പിന്നെയും അഭി വിളിച്ചതും അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകാനിരിക്കെയാണ് അഭി അവളെ വിളിച്ചത്. ശിവ എവിടെ? അവൻ വന്നില്ലേ? യാമിയെ കണ്ടതും അഭി ചോദിച്ചു. ഇല്ല, അവൻ അങ്ങോട്ടേക്ക് പോയി. യാമി ശിവ നടന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? ശരി, താൻ വാ, എല്ലാവരും കഴിക്കാൻ പോവുക. കുഞ്ഞോള് ദേ അവിടെയുണ്ട്, അങ്ങോട്ട് ചെല്ലേ. ഇല്ലെങ്കിൽ പിന്നെ തനിക്ക് കൂട്ടിനാരും കാണില്ല. അഭി അവളെ നോക്കി കാര്യമായി പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കൈ പിടിച്ച് കുഞ്ഞോളും കാവ്യയും ഒക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ആ, യാമി വന്നോ? ഞാൻ വിളിക്കാൻ വരാനിരിക്കുകയായിരുന്നു. വാ. യാമിയെ കണ്ടതും കുഞ്ഞോള് വന്നവരുടെ കൈ പിടിച്ച് കൂടെ നിർത്തി. ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നാട്ടെ രണ്ടാളും, സമയം ഒത്തിരിയായി. അഭി കുഞ്ഞോളെ നോക്കി കാര്യമായി പറഞ്ഞുകൊണ്ട് അവർക്കരികിൽ നിന്നും നടന്നകന്നു. യാമി യുഎസിൽ പോകാൻ നിൽക്കുക അല്ലേ? കാവ്യ ഒരു ചിരിയോടെ ചോദിച്ചു. കാവ്യയെ നോക്കി യാമി മെല്ലെ അതേയെന്ന് മൂളി. വാ, നമുക്ക് കഴിക്കാം. കുഞ്ഞോള് വേഗം അവരെ കൂട്ടി ഭക്ഷണം എടുക്കാനായി നടന്നു. അതിന് കാരണം അവൾക്ക് അടുത്തേക്ക് നടന്നു വരുന്ന തേജസ്സിനെ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. ശിവയെ കണ്ടില്ലല്ലോ. എല്ലാവരും അവർക്ക് ചുറ്റും തന്നെ ഇരുന്ന് കഴിക്കുന്നത് കാണെ യാമി കുഞ്ഞോളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഏട്ടൻ ആൻറ്റിയുടെ കൂടെ ഉണ്ടാവും. ദേ വന്നല്ലോ. യാമി ചോദിച്ചതിന് മറുപടി പറഞ്ഞുകൊണ്ട് കുഞ്ഞോളൽപ്പം ദൂരത്തേക്ക് വിരൽ ചൂണ്ടി കാണിച്ചതും യാമി നേരെ അങ്ങോട്ടേക്ക് നോക്കി. ശരിയാണ്, ശിവ അവർക്കൊപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. കുറച്ച് വർഷം ആൻറ്റിയുടെ കൂടെ ആയതുകൊണ്ട് ഏട്ടന് വലിയ ഇഷ്ടമാണ് ആൻറ്റിക്ക്. ദേ ആ അടുത്തിരിക്കുന്ന കുട്ടിയെ കണ്ടോ? അതാണ് മായ, ആൻറ്റിയുടെ ഒരേ ഒരു മോള. കഴിക്കുന്നതിനിടെ കുഞ്ഞോൾ മെല്ലെ യാമിയോട് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ആ കുട്ടിയോ? യാമി സംശയത്തോടെ ചോദിച്ചു. ഏത്? ആ റെഡ് കളർ ഫ്രോക്കോ? അത് ലിയ, ആൻറ്റിയുടെ PA ആണ്. കുഞ്ഞോളൊരു ചിരിയോടെ പറഞ്ഞു. യാമിയുടെ കണ്ണുകൾ ശിവയെ നോക്കി. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി അവൻ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആൻവി. പെട്ടെന്നാണ് അടുത്ത് നിന്നൊരു പുരുഷ ശബ്ദം യാമി കേട്ടത്. പൊടുന്നതിനെ തിരിഞ്ഞു നോക്കിയതും അൻവിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന തേജസ്സിനെ അവൾ കണ്ടു. അൻവി ഒരു പിടപ്പോടെ അയാളെ നോക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, തേജസ് ഏറെ സൗമ്യമായി തന്നെ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. അൻവി അയാളെ നോക്കാതെ മെല്ലെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. എല്ലാവരും ഇത്രയും സന്തോഷത്തിൽ നിൽക്കുന്ന ഈ സമയം താൻ കാരണം ഈ സന്തോഷം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവളെ മൂടി. ഇനിയും വാശി കാണിച്ചിരിക്കല്ലേ അൻവി? ഇതിപ്പോൾ എത്ര കാലമായി. എനിക്ക് സംസാരിക്കണം, സംസാരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ പ്രശ്നം തന്നെ നമ്മൾ കാരണം ഉണ്ടാവും. അത് വേണ്ടെങ്കിൽ നാളെ വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയം അത്ര മതി എനിക്ക് നിന്നോട് സംസാരിക്കണം. യാമി കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത്രയും വിനയത്തോടെ യാമിയെ നോക്കി ഒന്ന് മെല്ലെ പുഞ്ചിരിച്ചു കൊണ്ടവൻ അൻവിയെ നോക്കി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്കരികിൽ നിന്നും എഴുന്നേറ്റു പോയി. എടുത്ത് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത വിധം തളർച്ചിലായി അൻവി. എന്തൊക്കെയോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത് വല്ലാത്തൊരു നെഞ്ചിരിപ്പോടെ. പേടിക്കേണ്ട, ശിവയില്ല ഇവിടെ, നമുക്ക് അവനോട് പറയാം. അൻവിയുടെ കണ്ണുകൾ നിറയുന്നത് കാണെ യാമി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞതും അൻവി വേണ്ടെന്നപ്പോൾ മെല്ലെ തലയാട്ടി. വേണ്ടേ? അതെന്താ? യാമി ചെറിയ പകപ്പോടെ അവളെ നോക്കി. ഇപ്പോൾ ഒരു പ്രശ്നം വേണ്ട യാമി. ഏട്ടനറിഞ്ഞാൽ ഇപ്പോൾ തന്നെ വഴക്കാവും. പിന്നെ അച്ഛനും ഏട്ടനും തമ്മിലാവും വഴക്ക്. വേണ്ട, നാളെയല്ലേ, അപ്പോൾ പറയാം. യാമിയെ നോക്കി മെല്ലെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കൊണ്ടവൾ പറഞ്ഞതും യാമി നേരെ നോക്കിയത് രാജശേഖരനെ ആയിരുന്നു. അയാളുടെ കണ്ണുകൾ ദേവാനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശിവയാണെന്ന് കാണെ അവളുടെ കണ്ണുകൾ തെല്ലൊന്ന് അതിശയിച്ചു പോയി. 12:30 ആഘോഷങ്ങൾ താൽക്കാലികമായി ഒതുങ്ങി. യാമിയും കുഞ്ഞോളും ഒരു റൂമിലായിരുന്നു കിടന്നത്. സരസ്വതി അമ്മയ്ക്ക് പിന്നെ അവിടെ നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ശിവയും മറ്റുള്ളവരുമൊക്കെ എവിടെയോ എന്താ എന്നൊന്നും നോക്കാൻ പോലും യാമിക്ക് കഴിഞ്ഞില്ല. പിറ്റേന്ന് പുലർച്ചെ തന്നെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി. അഭി എടുത്തുകൊണ്ട് തന്ന അൻവിക്കും യാമിക്കും ഒരേ ഡിസൈനിലുള്ള ധാവണിയായിരുന്നു വേഷം. രണ്ടുപേരും നല്ല ഭംഗിയിൽ ഒരുങ്ങി. എല്ലാവർക്കും ഒപ്പം അമ്പലത്തിലേക്ക് പോകെ മിഴികൾ തേടുന്നതിന് അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. അവിടെ അടുത്തു തന്നെയാണ് അമ്പലം, കുറച്ച് നടക്കാനേ ഉള്ളൂ. എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ശിവയെവിടെ? കുഞ്ഞോളോട് ചോദിക്കണോ വേണ്ടേ എന്ന് ഒത്തിരി ആലോചിച്ചവൾ ഒന്ന് കാണാതെ വയ്യെന്ന് തോന്നിയതും യാമി മെല്ലെ അവളോട് തിരക്കി. ഏട്ടൻ ഇന്നലെ രാത്രി തന്നെ ആദർശേട്ടൻ്റെ വീട്ടിലേക്ക് പോയില്ലേ? ഇപ്പോൾ അമ്പലത്തിലെത്തിക്കാണും. യാമിയെ നോക്കി ഒരു ചിരിയോടെ കുഞ്ഞോള് പറഞ്ഞു. ആ, അതെവിടെയാ വീട്? യാമി ചോദ്യത്തോടെ അവളെ നോക്കി. ഒത്തിരി ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാ. അൻവി ചിരിയോടെ പറഞ്ഞതും അഭി വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ആഹാ, ഏട്ടൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. കുഞ്ഞോളൊരു ചിരിയോടെ അവളെ നോക്കി. പിന്നെ നിങ്ങൾക്ക് മാത്രം ഒരുങ്ങിയാൽ മതിയോ? ഞങ്ങളും ഒന്ന് മിനിങ്ങട്ടേന്നേ. അല്ലേടാ? അഭി അജുനെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. യാമിക്ക് ഡ്രസ്സ് ഇഷ്ടമായോ?
അത് ചെറിയൊരു ചിരിയോടെ യാമിയെ നോക്കി. എന്തോ ഇന്നലെ വരെ അവൻ്റെ കണ്ണിന് തോന്നാത്തൊരു ഭംഗി ഇന്ന് അവൾക്ക് തോന്നി. പിന്നെ അടിപൊളിയല്ലേ? യാമി ചിരിയോടെ ചോദിച്ചു. അജു അവളെ കണ്ണെടുക്കാതെ നോക്കി. മനസ്സിൽ അവളോട് മറ്റെന്തോ പുതിയൊരിഷ്ടം ഉടലെടുക്കുന്നത് പോലെ. നല്ല ഭംഗിയുള്ള വിടർന്ന കണ്ണുകളാണ് അവൾക്ക്. അൻവി. പെട്ടെന്നാണ് മായ അവൾക്കരികിലേക്ക് ഓടി വന്നത്. അവൾക്കൊപ്പം തന്നെ ലിയയും ഉണ്ടായിരുന്നു. യാമി അവളെ അടിമുടി ഒന്ന് നോക്കി. ഇന്നലെ കണ്ട പോലെ ഒന്നും അല്ല. ഇന്ന് അവളൊരു കസവ് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ഹായ്. യാമി നോക്കുന്നത് കണ്ടതും ലിയ അവളെ നോക്കി ചിരിയോടെ ഹായ് പറഞ്ഞു. യാമിയും അവളെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചു. എന്തോ ഒരു അസൂയ തനിക്കുണ്ടെന്ന് യാമിക്ക് തന്നെ സ്വയം അറിയാം. അതിന് കാരണം എന്താണെന്നും അറിയാം. ലിയ ചിരിയോടെ അവളെ സ്വയം പരിചയപ്പെടുത്തി. യാമിയും അവളെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചു. എനിക്കറിയാം. ഇന്നലെ മാമിനോട് പറഞ്ഞപ്പോൾ കേട്ടു. ഇന്ന് യാമിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ലിയ ചിരിയോടെ അവളോട് പറഞ്ഞു. യാമി ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തോ വല്ലാത്തൊരു കുശുമ്പ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഞാനിവിടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു മാരേജ് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ലീ ചുറ്റുപാടും നോക്കിക്കണ്ട് അവളോട് പറഞ്ഞു. അപ്പോൾ ചെറുപ്പം മുതലേ അമേരിക്കയിലാണോ? യാമി സംശയത്തോടെ ചോദിച്ചു. അതെ, ഞാനും എൻ്റെ പപ്പയും അവിടെ തന്നെയാണ്. ഇങ്ങോട്ട് വരാറേ ഇല്ല. ഇപ്പം മാമിൻ്റെ കൂടെ വരേണ്ടി വന്നു. ലിയ പുഞ്ചിരിയോടെയാണ് യാമിയോട് സംസാരിക്കുന്നത്. അതെന്താ, നാട് ഇഷ്ടമല്ലേ? യാമി ചോദിച്ചു. ഇഷ്ടമാണ്, പക്ഷേ പപ്പയ്ക്ക് ഇവിടെ ഒട്ടും ഓക്കെ അല്ല. കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ് ആൾക്ക്. ലിയ ചിരിയോടെ ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. ഈ ജോലിക്ക് കയറിയിട്ടിപ്പോൾ ഒരുപാട് കാലമായോ? യാമി വെറുതെ ചോദിച്ചു. ഇപ്പോൾ യാമിയും ലിയയും ഏറ്റവും പിന്നിലായാണ് നടക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ ഒരു 4 വർഷമൊക്കെ ആയി, അവൾ ആലോചനയോടെ പറഞ്ഞു. അപ്പോൾ ശിവയൊക്കെ നേരത്തെ അറിയോ? യാമി ലിയയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ശിവ? രുദ്ര സാറിനെ കുറിച്ചാണോ ചോദിച്ചേ? അറിയാം, മുമ്പ് കണ്ടിട്ടൊന്നെന്ന് മാത്രമല്ല കണക്കിന് കേട്ടിട്ടുമുണ്ട്. ഹീ ഈസ് വെരി സ്ട്രിക്റ്റ്. ലിയ അവളെ നോക്കി സ്വല്പം കാര്യമായി പറഞ്ഞു. യാമി അവൾ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി. യാമിക്കറിയോ, അവിടെ എല്ലാവർക്കും രാജേഷ് സാറിനേക്കാൾ പേടി രുദ്രനെയാണ്. ആർക്കും ഒരു കൺസെൻട്രേഷനും തരില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ആർക്കെങ്കിലും പറ്റിയ അത്രയ്ക്ക് ഷൗട്ടിംഗ് ആണ്. സാർ വരുന്ന ദിവസം ഓഫീസ് ഫുള്ള് സൈലൻ്റ് ആയിരിക്കും. ലിയ അവളെ നോക്കി ഒരു ചിരിയോടെ ഓരോന്ന് പറയെ യാമിക്ക് അവൾ പറയുന്നതൊന്നും മനസ്സിലായില്ല. രാജീവ് സാർ? അതാരാ? ശിവ നിങ്ങളുടെ ബോസാണോ? യാമി ആകെ സംശയത്തോടെ അവളെ നോക്കി. രാജീവ് സാർ മാമിൻ്റെ ഹസ്ബൻഡാ, മായ മേഡത്തിൻ്റെ അച്ഛൻ. അറിയില്ലേ? ലിയ സംശയത്തോടെ ചോദിച്ചു. അറിയാം, കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. യാമി മറുപടി പറഞ്ഞു. സാർ പുതിയ കമ്പനിയുടെ കാര്യത്തിൽ കുറച്ച് തിരക്കിലാണ്, അതാ വരാത്തത്. ഇന്ന് വൈകിട്ടെത്തും. ലിയ പെട്ടെന്ന് പറഞ്ഞു. പുതിയ കമ്പനിയോ? എവിടെ? അവിടെ തന്നെയാണോ? ആകെ കൂടി കലങ്ങി മറിഞ്ഞ മനസ്സോടെ യാമി വെറുതെ ചോദിച്ചു. അല്ല, ഇവിടെ നാട്ടിൽ. അമ്പലത്തിലേക്കുള്ള പടികൾ കയറി ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് ലിയ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നാട്ടിലേക്ക് വരാണോ ഇനി? യാമി സംശയത്തോടെ ചോദിച്ചു. ഏയ് അല്ല, ഇവിടെ രുദ്രൻ സാർ ഇല്ലേ, ആളാ ഇവിടുത്തെ കമ്പനിയുടെ MD. ശ്രീകോവിലിന് മുന്നിൽ കാവ്യയ്ക്കും ആദർശിനും ചുറ്റുമായി നിൽക്കെ ലിയ പറഞ്ഞ കാര്യം കേട്ട് യാമി ഞെട്ടലോടെ അവളെ നോക്കി. ശിവയോ? യാമി വിശ്വാസം വരാതെ ചോദിച്ചു. സ്റ്റാഫ്സിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. താലി കെട്ടുമ്പോൾ ഉയർന്നു കേട്ട നാദസ്വര മേളത്തിനിടെ ലിയ യാമിയുടെ കാതോരം വന്ന് പറഞ്ഞു. ഇതൊക്കെ ശിവയോട് ചോദിച്ചാണോ ചെയ്യുന്നത്, അതോ? യാമി വല്ലാത്തൊരു അവിശ്വസനീയതയോടെ ചോദിച്ചു. കാരണം രാജശേഖരൻ ഈ അടുത്തല്ല അവന് വേണ്ടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അത് വേണ്ടെന്ന് വെച്ചവൻ ഇവരുടെ കൂടെ നിൽക്കുമോ എന്നൊരു ടെൻഷൻ തോന്നി അവൾക്ക്. യാമിയുടെ ചോദ്യത്തിനുള്ള മറുപടി ലിയ പറയാൻ നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവിടുത്തെ ബഹളം കാരണം അവൾ മൊബൈലുമായി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിച്ചു. യാമി ആകെ ചിന്താക്കുഴപ്പത്തിലായി. സരസ്വതിയമ്മ പറഞ്ഞ ആ സഹോദരിപുത്രൻ അത് ശിവ തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായി. വല്ലാത്തൊരാലോചനയോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൾക്ക് നേരെ എതിർവശത്തു നിന്നും കുഞ്ഞോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വരുന്നവനെ അവൾ കണ്ടത്. കരിമ്പച്ച നിറത്തിലുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ടും കസവും മുണ്ടുമാണ് അവൻ്റെ വേഷം. നന്നേ ഇറക്കമുള്ള അവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല അവൻ ധരിച്ച ഷർട്ടിന് വെളിയിലേക്കായി അങ്ങനെ കിടക്കുന്നുണ്ട്. തിങ്ങി നിറഞ്ഞ താടിയും മുടിയും കുഞ്ഞി കണ്ണുകളും യാമിയുടെ മിഴികളിൽ അവനിൽ മാത്രമായി ഉടക്കി നിന്നു. ദേ, ഇവളുടെ കൂടെ തന്നെ നിന്നാ മതി നീ. വെറുതെ അവിടെയും ഇവിടെയും മാറി നിന്നിട്ട് കാര്യമില്ല. അവനെങ്ങാനും എന്തെങ്കിലും പറഞ്ഞടുത്തേക്ക് വന്നാൽ അപ്പോൾ എന്നെ വിളിച്ചാൽ മതി.
പറയേണ്ടതൊക്കെ എല്ലാവരോടുമായി ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡീ മാമി, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവളുടെ കൂടെ തന്നെ നിന്നോണം. അവനെ അറിയില്ലേ നിനക്ക്? അവനെങ്ങാനും ഇവളുടെ അടുത്തേക്ക് വന്നാൽ അപ്പോൾ എന്നെ വിളിക്കണം. ഇനി ഇവളെങ്ങാനും വിളിച്ചില്ലേ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക. ഓർത്തോ. കുഞ്ഞോളെ പിടിച്ചു വലിച്ച് യാമി നിൽക്കുന്നിടത്തു നിന്ന് കൊണ്ടുവന്ന് നിർത്തി യാമി ഒരു ഭീഷണിയോടെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. ഇത്രയും ഒരുങ്ങിക്കെട്ടി നിൽക്കുന്ന തന്നെ കണ്ടിട്ടും അതൊന്നും നോക്കാതെ പെങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചു പോകുന്നവനെ കാണെ യാമിയുടെ കണ്ണും മുഖവും അവന് നേരെ കൂർത്തുപോയി. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? യാമിയുടെ നോട്ടം കാണെ ശിവ അവളെ രൂക്ഷമായിന്ന് നോക്കി. പെങ്ങളെ നോക്കാൻ നീ കൂലിക്ക് നിർത്തിയതാണോ എന്നെ? യാമി ചെടിയോടെ അവൻ്റെ നേർക്ക് ചെന്നു. കൂലിക്ക് നിർത്താനാണെ നല്ലതിനൊന്നിനെ നിർത്തില്ലേടി ഞാൻ. ഒരു കാറ്റടിച്ച പറന്ന നിന്നെ നിർത്തുമോ? ശിവ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. യാമി അതിന് മറുപടിയായി എന്തോ പറയാൻ തുടങ്ങിയതും ശിവ അവരുടെ അടുത്ത് നിന്ന് തിരിഞ്ഞു നടന്നിരുന്നു. ആരും കാണാതെ ഒളിച്ചിരിക്കാൻ ഇവിടുന്ന് മുങ്ങിയതല്ലേ? ശിവയോടുള്ള ദേഷ്യം യാമി കുഞ്ഞോളെ നോക്കി ചെടിയോടെ ചോദിച്ചതും കുഞ്ഞോൾ അവളെ ദയനീയമായി ഒന്ന് നോക്കി. അമ്പലത്തിൽ വെച്ച് താലിക്കെട്ട് കഴിഞ്ഞതും എല്ലാവരും നേരെ പോയത് ആ ടൗണിലെ തന്നെ ഏറ്റവും വലിയൊരു വിവാഹ മണ്ഡപത്തിലേക്കായിരുന്നു. അവിടെ വെച്ചായിരുന്നു ബാക്കി ആഘോഷങ്ങൾ. പലപ്പോഴും ഒറ്റപ്പെട്ട പോലെ യാമി ആരുമില്ലാതെ നിന്ന് പോയെങ്കിലും കുഞ്ഞോളെ നോക്കിക്കോണം, അവളുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു പോയതിൻ്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കാൻ അവൾക്കായില്ല. പക്ഷെ അപ്പോഴും അവൾക്കറിയാം തൻ്റെ മനസ്സിൽ അവനോട് തോന്നുന്നത് യാതൊന്നും അവനൊരു നിമിഷം പോലും തന്നോട് തോന്നിയിട്ടില്ല എന്ന്. ഹൃദയം വല്ലാത്ത ഭാരം പേറുന്ന പോലെ. തിരിച്ചു സ്നേഹിക്കില്ലെന്നും മനസ്സ് ആണയിട്ട് പറയുമ്പോഴും തൻ്റെ കണ്ണുകൾ പിന്നെയും എന്തിനവൻ ഇത്രമേൽ പ്രിയത്തോടെ തേടുന്നു? ഒരു നോക്ക് നോക്കാൻ, ഇത്തിരി നേരം ഒന്നും മിണ്ടാൻ. എന്തിന് താൻ ഇത്രമേൽ ആശിച്ചു പോകുന്നു? ഇഷ്ടം സ്നേഹം ഒന്നും പിടിച്ചു വാങ്ങാൻ കഴിയില്ലെന്നറിയാമെങ്കിൽ കൂടി വെറുതെ ആഗ്രഹിച്ചു പോകുന്നു. താൻ അവന് പ്രിയപ്പെട്ടവളായിരുന്നുവെങ്കിലെന്ന്. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി തുടങ്ങി. തിരികെ കാവ്യയുടെ വീട്ടിലേക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നത്. അവിടെ ചെന്ന് ബാഗും മറ്റ് സാധനങ്ങളുമൊക്കെ എടുത്ത് രാത്രി തന്നെ വീട്ടിലേക്ക്. അങ്ങനെയാണ് തീരുമാനം. അമ്മ. യാമിയും കുഞ്ഞോളും സുഭദ്രാമ്മയ്ക്കൊപ്പം കാറിലേക്ക് കയറാൻ നിൽക്കെ ശിവ അമ്മയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അമ്മയ്ക്കൊപ്പം തന്നെ രാജശേഖരനും ഉള്ളത് കൊണ്ടാവും അവൻ്റെ മുഖത്തിൽ അപ്പോഴും ഒരലസഭാവം. കുഞ്ഞോളെയും കൂട്ടി ഞാൻ നേരെ വീട്ടിലേക്ക് പോകാം. അമ്മയുടെ അടുത്ത് നിന്നും കുഞ്ഞോളെ വലിച്ച് അവൻ്റെ അരികിലേക്ക് നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു. യാമി ഒരു നോട്ടം അവനെ മിഴി ഉയർത്തി നോക്കിയെങ്കിലും പിന്നീടെന്തോ കഴിവതും അവനെ നോക്കാതെ മുഖം കുനിച്ചു അവൾ. തൻ്റെ ഹൃദയത്തെ സ്വയം നൊമ്പരപ്പെടുത്താൻ വിട്ടുകൊടുക്കില്ല എന്ന പോൽ. അതെന്തിനാ? സുഭദ്രാമ്മ രാജശേഖരനെ ഒന്ന് നോക്കി പിന്നെ ചോദ്യത്തോടെ ശിവയും നോക്കി. അതെന്തിനാന്നോ? നിങ്ങൾ അവിടെ ചെന്ന് നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ അങ്ങ് പോകാം. ശിവ അമ്മയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവിടെ കയറിയിട്ട് പോയാൽ മതി രുദ്ര. ശേഖരൻ എടുപ്പേറിയ സ്വരത്തിൽ അവനെ നോക്കി പറഞ്ഞു. ഞങ്ങളില്ല. ശിവ അച്ഛനെ നോക്കാതെ പറഞ്ഞു. നീ വരുന്നില്ലെങ്കിൽ വേണ്ട. കുഞ്ഞോളെന്തായാലും അവിടെ വന്നിട്ടേ വീട്ടിലേക്കുള്ളൂ. രാജശേഖരൻ തീർപ്പ് പോലെ പറഞ്ഞതും ശിവ അരികെ നിൽക്കുന്ന അമ്മയെ എരിയുന്ന നോട്ട് നോക്കി. ഇവളെ കൂട്ടം കൂടി ഉപദേശിക്കാനല്ല അച്ഛൻ്റെ ഉപദേശം. അവൻ മറ്റെങ്ങോ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. ഉപദേശിച്ച നന്നാമെന്ന് തോന്നുന്നവരെ ഉപദേശിക്കുന്നത് നന്നതല്ലേ? ശേഖരൻ അവനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇക്കാര്യത്തിൽ അവൾ ഇനി നന്നാവില്ല. തീരുമാനം ഒന്നേ ഉള്ളൂ. ശിവ അച്ഛനെ കണ്ണ് മാത്രം ഉയർത്തി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് നീയല്ലല്ലോ പറയേണ്ടത്. കുഞ്ഞോളെ വണ്ടിയിൽ കയറ്. ശേഖരൻ ഒരു ഉത്തരവോടെ കുഞ്ഞോളെ നോക്കി പറഞ്ഞതും നിറഞ്ഞു വന്ന മിഴികളോടെ കുഞ്ഞോൾ ഏട്ടനെയും അച്ഛനെയും നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അവൾ എൻ്റെ കൂടെ വന്നോളും. ശിവ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ കാറിനരികിലേക്ക് നടന്നു. ആരുടെ കൂടെ വന്നാലും എത്തേണ്ടത് ഞാൻ പറഞ്ഞിടത്താവണം. രാജശേഖരൻ അവൻ കേൾക്കാനായി കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു. ശിവ അത് കേട്ടെങ്കിലും ഒന്നും മിണ്ടാതെ കാർ മുന്നോട്ടെടുത്തു. യാമിയുടെ കണ്ണുകൾ തൻ്റെ മുന്നിലൂടെ പെങ്ങളെ കൂട്ടി പോകുന്നവന് നേർക്കെ ഒന്നുകൂടെ ഉയർന്നു. നീ അവൻ്റെ ആരുമല്ല യാമി. ഹൃദയം പിടഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു. യാമി കയറ്. ശേഖരൻ പെട്ടെന്ന് പറഞ്ഞതും യാമി ഞെട്ടലോടെ അയാളെ നോക്കിപ്പോയി. പിന്നെ വേഗം കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു. സരസ്വതി അമ്മയും മജുവും അബിയുടെ കൂടെ നേരത്തെ വീട്ടിലേക്ക് പോയിരുന്നു. യാമി എന്തിനോ അസ്വസ്ഥമായ മനസ്സോടെ അവർക്കൊപ്പം കാറിലിരുന്നു. എന്തോ തൻ്റെ മനസ്സ് തളർന്നു പോകുന്നു. മുന്നേ ഇവർക്കിടയിൽ നിന്നെല്ലാം ദൂരെ കൂടി ഒളിക്കണമെന്ന് തോന്നി അവൾക്ക്. കാവ്യയുടെ വീടിന് മുന്നിൽ രാജശേഖരൻ്റെ കാർ വന്ന് നിൽക്കുമ്പോൾ തന്നെ യാമി കണ്ടു സിറ്റൗട്ടിലെ തിണ്ണയിൽ ഇരിക്കുന്ന ശിവയെ. മുഖം തന്നെ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ദേഷ്യത്തിലാണെന്ന് വ്യക്തം. യാമി വല്ലെ കാറിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് നടന്നു. റൂമിൽ വല്ലാത്തൊരു ധൃതിയോടെ ബാഗ് പാക്ക് ചെയ്യുകയാണ് അൻവി. നീ ഇങ്ങനെ ധൃതി കാണിച്ചിട്ട് കാര്യമില്ല അൻവി. യാമി അവളെ നോക്കി അലിവോടെ പറഞ്ഞു.
അൻവി നെഞ്ചിരിപ്പോടെ അവളെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിന്റെ പ്രശ്നം എന്താണെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞൂടെ നിനക്ക്? യാമി അവളുടെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു. അൻവി പിന്നെയും യാമിയെ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എന്തു തന്നെ ആയാലും എല്ലാം എല്ലാവരും അറിയുന്നത് അൻവി നല്ലത്. നിന്റെ അച്ഛനും അമ്മയും അല്ലേ, പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. യാമി സൗമ്യമായി പറഞ്ഞു. അൻവി. പെട്ടെന്നാണ് ആ റൂമിലേക്ക് തേജസ് കടന്നു വന്നത്. അൻവിക്കൊപ്പം യാമിയും ഒരു ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. യാമി, ഞങ്ങൾക്കല്പം സംസാരിക്കണമായിരുന്നു. യാമി അവിടെ കണ്ടതും തേജസ് സൗഹൃദത്തോടെ പറഞ്ഞു. യാമി നേരെ നോക്കിയത് കുഞ്ഞോളെയാണ്. അവൾ യാമിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല, അൻവി അവനെ നോക്കി പെട്ടെന്ന് പറഞ്ഞു. അൻവി, ഞാൻ പറഞ്ഞതാ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. യാമി പ്ലീസ്. അൻവിയെ വല്ലാത്തൊരു ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടവൻ യാമിക്ക് പോകാനായി ഡോർ സൈഡിലേക്ക് കാണിച്ചു കൊടുത്തു. യാമി എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ചു നേരം അൻവിയെ നോക്കി നിന്നെങ്കിലും പിന്നെ മെല്ലെ ആ റൂമിൽ നിന്നും ഇറങ്ങി. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അൻവി ഒരു വെപ്രാളത്തോടെ യാമിക്ക് പിന്നാലെ പോകാൻ തുനിഞ്ഞതും തേജസ് അവളെ പിടിച്ച് ബെഡിലേക്ക് കയറായിരുന്നു. യാമി പകപ്പോടെ ആ റൂമിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും തേജസ് ഡോർ ലോക്ക് ചെയ്തു. യാമിക്ക് വല്ലാത്ത പേടി തോന്നി. അവളൊരു കുതിപ്പിൽ സിറ്റൗട്ടിലേക്ക് ഓടി. ശിവ. യാമി നെഞ്ചിരിപ്പോടെ വിളിച്ചതും ശിവയും രാജശേഖരം ഒരുപോലെ അവളെ തിരിഞ്ഞു നോക്കി. അൻവിയുടെ അടുത്തായ രാജശേഖരനെ പിടപ്പോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങിയതും ശിവ എരിയുന്ന കണ്ണോടെ അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് വീടിനകത്തേക്ക് നടന്നു. ഡാ. അൻവിയും തേജസ്സുമുള്ള റൂമിൻ്റെ ഡോർ ആഞ്ഞു തല്ലിക്കൊണ്ട് ശിവ വല്ലാത്ത ശബ്ദത്തിൽ അവനെ വിളിച്ചു. ശിവ. രാജശേഖരൻ ഗൗരവത്തോടെ അവൻ്റെ അരികിലേക്ക് വന്നു. ശിവ അച്ഛൻ വിളിച്ചത് കേട്ടതായി പോലും ഭാവിക്കാതെ ഡോറിൽ ശക്തിയായി തട്ടിക്കൊണ്ടിരുന്നു. ശിവ അടങ്ങ്, അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും, അത് കഴിയട്ടെ. രാജശേഖരൻ ശിവയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. എന്ത് സംസാരിക്കാൻ? സംസാരിക്കാനുള്ളതൊക്കെ അവർ തമ്മിൽ സംസാരിച്ചതാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിവിടെ നമ്മളെല്ലാവരും കേൾക്കും വിധം പറഞ്ഞാൽ മതി. ഡോർ തുറക്കടാ, ഇല്ലേ കളി മാറും. ഞാൻ പറഞ്ഞേക്കാം. അച്ഛനെ നോക്കാതെ തന്നെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടവൻ അങ്ങേയറ്റം ദേഷ്യത്തിൽ വാതിൽ ആഞ്ഞു തല്ലിയതും ബാക്കിയുള്ളവർ കൂടെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിരുന്നു. എന്താ രുദ്ര പ്രശ്നം? ആനി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഏട്ടാ, കുഞ്ഞോളോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് അവൻ ഇതിനകത്തിലേക്ക് കയറിയിട്ടുണ്ട്. മര്യാദ ഭാഷയിൽ ഞാൻ എല്ലാവരോടും പറയാം. ഇറങ്ങാൻ പറ അവനോട്, ഇല്ലേ മുന്നും നോക്കില്ല ഞാൻ. അനിയെ നോക്കി ഒപ്പം തന്നെ തനുവിനെയും അവളുടെ അച്ഛനെയും അമ്മയും എല്ലാവരെയും നോക്കി അവനൊരു ഭീഷണി പോലെ പറഞ്ഞു. അവർ ഭാര്യയും ഭർത്താവും കുറച്ചു നേരം സംസാരിക്കുന്നതിന് നിനക്കെന്താ രുദ്ര? താൻ ഇഷ്ടക്കേടോടെ ശിവയെ നോക്കി. ഭാര്യയും ഭർത്താവും എന്നൊക്കെയുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടാ അവളെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അക്കാര്യം ഇവിടെ എല്ലാവരോടും പറഞ്ഞതുമാണ്. അതുകൊണ്ട് ആ അവകാശം പറഞ്ഞ് ആരും അവളുടെ അടുത്തേക്ക് വരണ്ട. വന്ന ഒരിറ്റ് ജീവൻ ഞാൻ ബാക്കി വെക്കില്ല. ചേട്ടൻ ഇനിയും കുറേ കാലം കാണണമെന്നാണെങ്കിൽ ഡോറ് തുറക്കാൻ പറ. ശിവ അത്രയും കാലിയോടെ തനുവിനെ നോക്കി പറഞ്ഞു. മോനെ രുദ്ര, അവർ തമ്മിലുള്ള പിണക്കത്തിൽ നമ്മൾ ഇടപെടണോ? അവർ തമ്മിൽ പറഞ്ഞു തീർത്തോളും മോനെ. നീ ഒന്ന് ക്ഷമിക്ക്. അനുമോളെ തേജ് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. തനുവിൻ്റെ അച്ഛൻ മനോജ് ശിവയുടെ അടുത്തേക്ക് വന്നവനെ സമാധാനിപ്പിക്കാൻ നോക്കി. ഈ പ്രശ്നം അങ്ങനെ പറഞ്ഞു തീർക്കാനാവില്ല അങ്ങളെ. അവനോട് ഞാൻ പറഞ്ഞതാ, എല്ലാം എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാം. അപ്പോൾ അവൻ്റെ പല്ലി ഞെരിച്ചെന്തോ അസഭ്യമായവൻ പറയാൻ തുടങ്ങിയതും രാജശേഖരൻ അവൻ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു കഴിഞ്ഞിരുന്നു. ഒരുവനിൽ മാത്രം മിഴിയുറപ്പിച്ചു നിന്നവളുടെ ഹൃദയം പിടഞ്ഞ് ശ്വാസം നിലച്ചപ്പോൾ പകച്ചു നിന്നുപോയി. മര്യാദയ്ക്ക് സംസാരിക്കടാ. രാജശേഖരൻ അവനെ നോക്കി ശബ്ദമുയർത്തിയതും രോഷം കൊണ്ടവൻ്റെ കവിൾത്തടം ചുവന്നു വിറച്ചു. അടുത്തൊരു നിമിഷം തന്നെ അടഞ്ഞു കിടന്ന ഡോറിലേക്ക് അവൻ ആഞ്ഞു ചവിട്ടിയതും യാമി അമ്പരപ്പോടെ വാ പൊത്തി. വാതിൽ തുറക്കേണ്ട താമസം കുഞ്ഞോൾ ഓടി വന്ന് ശിവയുടെ നെഞ്ചിലേക്ക് വീണു. പുറത്തെല്ലാവരും പകപ്പോടെ അവളെ നോക്കുകയാണ്. കരയണ്ട. ശിവ അവളെ നെഞ്ചോട് ചേർത്ത് കാലിയോടെ റൂമിലേക്ക് നോക്കി. ആ ഒരു നോട്ടത്തിൽ തന്നെ തേജ് പരിഭ്രാന്തനായി അവിടെ കൂടി നിൽക്കുന്ന ബന്ധുക്കളെ നോക്കി. നെഞ്ചിലമർന്ന കുഞ്ഞോളുടെ മുഖം തേങ്ങലടക്കാൻ പാടുപെടുന്നത് കാണെ ശിവ അവളുടെ മുഖം നെഞ്ചിൽ നിന്നും മെല്ലെ ഒന്നുയർത്തി. അവളുടെ നെറ്റിയിലും കവിളിലുമാകെ രക്തം. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മോളെ. സുഭദ്രാമ പേടിയോടെ അവൾക്കരികിലേക്ക് വന്നതും ശിവ അവളെ അടക്കി പിടിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് കയറി തേജിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി വീഴ്ത്തിയിരുന്നു. രുദ്ര. രാജശേഖരൻ അവരെ തടയാനെന്നോണം ശബ്ദമുയർത്തി വിളിച്ചു. നിന്നോട് പറഞ്ഞതല്ലേടാ ഇനി ഇവളുടെ നേൽവേട്ടത്ത് പോലും നിന്നെ കാണരുതെന്ന്. അത്യധികം കോപത്തോടെ അവൻ ചോദിച്ചതും ഇടയിൽ വന്ന ആ തെറിയിൽ വ്യക്തമായി പറയാതെ അടക്കിയിരുന്നു.
രാജശേഖരൻ കണ്ണുകൾ അത്രയും കോപത്തോടെ ശിവയെ നോക്കുന്നുണ്ട്. താനും അവളുടെ അമ്മയും ഓടി വന്ന് നിലത്തേക്ക് വീണ തേജിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശിവ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ മനഃപൂർവ്വം അവളെ ഉപദ്രവിച്ചതല്ല. ഒരബദ്ധം പറ്റിയതാ. തേജ് വല്ലാത്തൊരു ഭയത്തോടെ തൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും അരികിൽ നിന്ന് ശിവയുടെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. നിനക്കെങ്ങനെ പല അബദ്ധങ്ങളും പറ്റും. ഇതുവരെ പറ്റിയത് പറ്റി. ഇനി അത് ഉണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്. ശിവ കലിയോടെ അവൻ്റെ നേർക്ക് വീണ്ടും പോകാൻ ഒരുങ്ങിയതും അനിയും കുഞ്ഞോളും ഒരുപോലെ അവനെ പിടിച്ചു നിർത്തി. ശിവ, വേണ്ട മോനെ. സുഭദ്രാമ്മ ശിവയുടെ അതേ കോപത്തിൽ ചുവന്ന് വിറച്ചു നിൽക്കുന്ന രാജശേഖരനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നു. ഇതൊന്നും വേണ്ടെന്ന് തന്നെ അമ്മേ ഞാൻ ഇവനോട് പറഞ്ഞത്. പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ? ശിവ അമ്മയെ നോക്കി ചീറി. കുഞ്ഞോൾ അവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തി. മതി, ഇതിവിടെ തീരണം. ആര് തടഞ്ഞാലും തീർക്കും ഞാൻ, ശിവ വെറിയോടെ പറഞ്ഞു. അങ്ങനെ തീർക്കാൻ നീയാരാ? ഈ വിവാഹം നടത്തിയത് അച്ഛനല്ലേ? തീരുമാനം അച്ഛൻ പറയട്ടെ. എൻ്റെ ഏട്ടനെന്ത് ചെയ്തിട്ടാ നീയും ഇവളും ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച്? താന് കരഞ്ഞുകൊണ്ട് പറയുന്നെങ്കിലും അവളുടെ ഉള്ളിൽ ശിവയോടുള്ള ദേഷ്യം വ്യക്തമായിരുന്നു. കെട്ടിച്ചതാരായാലും ശരി, ഇവൾക്ക് അവൻ്റെ കൂടെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ ഇനി, ശിവ രൂക്ഷമായൊരു നോട്ടത്തോടെ പറഞ്ഞു. അതിവൾ മാത്രം പറഞ്ഞാൽ മതിയോ? താനും എന്തോ പറയാൻ വന്നതും തേജ് അവളെ തടഞ്ഞു. യാമിയുടെ അടക്കം കണ്ണുകൾ ഇപ്പോൾ തേജിലാണ്. വേണ്ട, ഇനിയൊരു പ്രശ്നം വേണ്ട താനും. എൻ്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളാരും നിർബന്ധിച്ചിട്ടും കാര്യമില്ല. അല്ലെങ്കിലും മറ്റൊരാളെ മനസ്സിൽ കൊണ്ട് നടന്നവളാണെന്ന് അറിഞ്ഞിട്ടും വിവാഹത്തിന് സമ്മതിച്ച എന്നെ പറഞ്ഞാൽ മതി. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കണമായിരുന്നു എൻ്റെ തെറ്റ്. ഒരു കിതപ്പോടെ തേജ് പറഞ്ഞു വന്നതും രാജശേഖരനൊന്ന് അടക്കം അവിടെ ബന്ധുക്കളിൽ പലരുടെയും ഉള്ളിൽ അവനോട് സഹതാപം തോന്നി തുടങ്ങി. പക്ഷേ മുൻപ് ചവിട്ടിയതിലും ശക്തമായി ശിവ അവനെ ചവിട്ടി വീഴ്ത്തിയത് പെട്ടെന്നായിരുന്നു. ശിവ, സുഭദ്രാമ്മ കരഞ്ഞുകൊണ്ട് അവനെ അടക്കി പിടിച്ചു. നിർത്തട പന്നി നിന്റെ അഭിനയം. പറയടാ, ഇവളിപ്പോൾ നിന്റെ ഭാര്യയാണോ? ശിവ അമ്മയുടെ പിടിവിട്ട് കുതറിക്കൊണ്ട് തേജിന് മുന്നിലേക്ക് ചെന്ന് വെറിയോടെ ചോദിച്ചതും എല്ലാവരും സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി. പറഞ്ഞ തടി കേടാവാതെ നിനക്ക് പോകാം. ഇല്ലെങ്കിൽ ഞാനോ നീയോ രണ്ടിലൊരാൾ ഇവിടെ നിന്ന് കടന്നു ചാവും. പറ, ഇവളിപ്പോൾ നിന്റെ ഭാര്യയാണോ? ശിവ അവന് നേർക്ക് വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ ചോദിച്ചതും തേജ് അല്ലെന്ന് തലയാട്ടി. രാജശേഖരനടക്കം അവിടെയുണ്ടായിരുന്ന എല്ലാവരും അമ്പരപ്പോടെ അവരെ നോക്കി. നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടന്നിട്ട് എത്ര കാലമായി? ശിവ അവനെ നോക്കി രൂക്ഷമായി വീണ്ടും ചോദിച്ചു. ശിവ, തേജ് വല്ലാത്തൊരു നിസ്സഹായതയോടെ അവനെ വിളിച്ചു. ഇല്ല മോനെ, കാര്യങ്ങൾ നേരെ ചൊവ്വേ പറഞ്ഞവസാനിപ്പിക്കാൻ നിനക്ക് ഞാൻ ഒരു കൊല്ലം തന്നു. ഇനിയില്ല, ഇന്നിത് തീരണം. പറ, എത്ര കൊല്ലമായി? ശിവ ഇല്ലെന്നൊരു തലയാട്ടിലൂടെ പറഞ്ഞു. 1 വർഷം. തേജ് ആരെയും മുഖമുയർത്തി നോക്കാനാവാതെ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി പറ, നിങ്ങൾ തമ്മിൽ പിരിയാൻ എന്താ കാരണം? ഇവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉള്ളത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ? ശിവയുടെ ആ ചോദ്യം കടുത്തു. എല്ലാവരും കണ്ണിമ ചിമ്മാതെ തേജിനെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ മറുപടി എന്തായിരിക്കും എന്നൊരാകുലത. പറയടാ. ശിവ ഒരു ചീറലോടെ അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ശിവ പ്ലീസ്, അൻവി നീയൊന്ന് പറ. തേജ് ദയനീയമായി അവനെ നോക്കി. അൻവിയുടെ കൈകൾ ശിവയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളെന്നല്ല, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും നീ ഇന്ന കാരണം പറഞ്ഞേ പറ്റൂ. ശിവ ആരെയും നോക്കാതെ തന്നെ പറഞ്ഞു. തേജ് വല്ലാത്തൊരു പകയോടെ അപമാനത്തോടെയും അവനെ നോക്കി. പറയടാ, പറഞ്ഞു കൊടുക്ക്. നിനക്ക് കൂടെ ജീവിക്കാൻ വേണ്ടത് ഒരു പെണ്ണിനെയല്ല എന്ന് വാ തുറന്ന് പറ. എന്തിനാ മടിക്കുന്നത്? ശിവ അത്രയും ദേഷ്യത്തോടെ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പറഞ്ഞ കാര്യം കേട്ട് ചുറ്റുമുള്ളവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പെങ്ങൾക്ക് ചീത്തപ്പേരില്ലാതെ രക്ഷിക്കാൻ എൻ്റെ മോനെക്കുറിച്ച് വേണ്ടാതിനും പറയുന്നോടാ? മനോജ് അതുവരെ ഇല്ലാത്ത കലിയോടെ ശിവയുടെ കോളറിൽ പിടിച്ചുലച്ചു കൊണ്ട് ചോദിച്ചു. എൻ്റെ പെങ്ങൾക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് വരില്ല അങ്കിളെ. ഇനി വന്നാൽ തന്നെ അതിൻ്റെ പഴിയും പറഞ്ഞ് ഞങ്ങളാരും നിങ്ങളുടെ അടുത്തേക്ക് വരെയുമില്ല. 24 മണിക്കൂറും ഇവനോട് ഒട്ടി നടക്കുന്ന ഒരുത്തനില്ലേ? എല്ലാവർക്കും അറിയാലോ അവനെ. ഞാൻ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ അവനോട് പോയി ചോദിക്ക്, ഇവർ തമ്മിൽ എന്താ ബന്ധമെന്ന്. പിന്നെ ഇവൻ എങ്ങനെയുള്ളവനാണെന്നൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ എൻ്റെ പെങ്ങളെ കെട്ടിയാൽ അവളുടെ കൂടെ സന്തോഷമായി ജീവിക്കണം. അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ ആണാണെന്ന് കാണിക്കാൻ കെട്ടിയൊരുക്കി കൂടെ കൊണ്ട് നടക്കാൻ ഞാൻ എൻ്റെ പെങ്ങളെ ആർക്കും തരില്ല. ശിവ അങ്ങേയറ്റം ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തിയതും അൻവി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. കല്യാണത്തിന് മുന്നേ അവനറിയാം ഇവൻ എന്താ ഇഷ്ടമല്ല എന്നുള്ളത്. എന്നിട്ടും അവനൊന്നും ആരോടും പറഞ്ഞില്ല. പകരം എൻ്റെ പെങ്ങളെ കെട്ടി നാട്ടുകാരുടെ മുമ്പിൽ ആണായി നിൽക്കാനാണ് നോക്കിയത്. എല്ലാം അറിഞ്ഞ അന്ന് തന്നെ മാനം മര്യാദയ്ക്ക് ഈ പ്രശ്നം തീർക്കാൻ അവനോട് പറഞ്ഞതാ ഞാൻ. അപ്പോൾ ഇവൻ ചെയ്തതെന്താ?
നിങ്ങളുടെയൊക്കെ മുന്നിൽ നല്ല പിള്ള ചമ്മഞ്ഞ് എന്നെയും ഇവളെ മോശക്കാരിയാക്കി. ചങ്കുറപ്പോടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ പറയാൻ മടിക്കുന്ന അസ്വസ്ഥമാണെങ്കിൽ പോയി ചാവട, വെറുതെ മറ്റുള്ളവരുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ. ശിവ വല്ലാത്തൊരു വെറിയോടെ പറഞ്ഞു നിർത്തിയതും അവിടെ മുഴുവൻ നിശബ്ദമായി പോയി. തനുവും അവളുടെ അമ്മയും അച്ഛനും ഒന്ന് തല ഉയർത്തി ആരെയും നോക്കാത്ത വിധം തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. ഇതൊന്നും ഇങ്ങനെ ആവരുതെന്ന് കരുതി ഞാൻ. രുദ്ര. ശിവ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും രാജശേഖരൻ അവൻ്റെ അടുത്തേക്ക് വന്നു. പറഞ്ഞു വന്നത് മുഴുവൻ പറയാനാവാതെ അവൻ ദേഷ്യമടക്കി അലസമായി മറ്റെങ്ങോ നോക്കി. ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പോ, രാജശേഖരൻ ഒട്ടും ദേഷ്യമില്ലാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്നില്ല. ശിവ അച്ഛനെ നോക്കാതെ മറ്റെങ്ങോ നോക്കുന്നതായി മുഖം തിരിച്ചതും അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് അത്രമാത്രം അമ്പരപ്പോടെ അവനെ നോക്കുന്ന യാമിയുടെ മുഖത്തായിരുന്നു. ശിവയുടെ കണ്ണുകൾ അവളെ തന്നെ അലസമായി നോക്കി. ഓഫ് വൈറ്റ് നിറത്തിലുള്ള സ്റ്റോൺ വർക്ക് ചെയ്ത ഒരു ധാവണിയാണ് അവളുടെ വേഷം. കണ്ണിൽ കൺമശി നല്ല നീളത്തിൽ വാലിട്ട് എഴുതിയിട്ടുണ്ട്. പറഞ്ഞിടത്തോളം മതി, നീ വീട്ടിലേക്ക് പോ. അച്ഛൻ്റെ ശബ്ദം തൊട്ടടുത്ത് നിന്ന് കേട്ടതും അവൻ്റെ മിഴികൾ അവളിൽ നിന്നും മെല്ലെ അച്ഛനിലേക്ക് മാറി. പൊന്നു പോലെ നോക്കാമെന്നവൻ നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, കൊടുത്തില്ലല്ലോ അല്ലേ? ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ ഇവൾ കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാ. ലോകത്തെ ഏറ്റവും മുന്തിയവനെ നോക്കി കണ്ടുപിടിച്ചതല്ലേ, ഇപ്പം എന്തായി? രാജശേഖരൻ്റെ കണ്ണിലേക്ക് നോക്കി വല്ലാത്തൊരു ദേഷ്യത്തോടെ അവൻ പറഞ്ഞതും രാജശേഖരൻ്റെ മുഖം കടുത്തു. എൻ്റെ മോളെ ആർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നത് എൻ്റെ തീരുമാനമാണ്. തിരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താനും ശേഖരനറിയാം. ശിവയുടെ കണ്ണിലേക്ക് നോക്കി ശേഖരൻ ഘനഗാംഭീര്യമായി പറഞ്ഞതും അൻവി ഒരു ഞെട്ടലോടെ അച്ഛനെ നോക്കി. അതിന് ഇനി അവൻ ഇവളെ നിങ്ങൾക്ക് വിട്ടു തരില്ല. ശിവ അച്ഛനെ നോക്കി ശബ്ദം മടക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അൻവിയുടെ കൈയും പിടിച്ച് ആ വീടിന് പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ കാറിൽ കയറി അവിടെ നിന്നും പോയി. യാമി അടക്കം എല്ലാവരും തറഞ്ഞു നിന്നുപോയി. താൻ മൂടി വയ്ക്കാൻ ശ്രമിച്ചതെല്ലാം തൻ്റെ അമ്മയും സഹോദരിയും അടക്കം കുടുംബം മൊത്തം നോക്കി നിൽക്കെ വിളിച്ചു പറഞ്ഞവനെ ഓർക്കെ തേജസിൻ്റെ ഉള്ളിൽ ശിവയെ കൊല്ലാനുള്ള പകയെരിഞ്ഞു. എല്ലാവർക്കും മുന്നിൽ തല ഉയർത്തി നിൽക്കാനാവാതെ നിൽക്കുന്ന തൻ്റെ ഉറ്റ സുഹൃത്തിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആവാതെ ശേഖരൻ അനക്കമില്ലാതെ നിന്നു പോയെങ്കിൽ തനുവും അമ്മയും അവിടെ കൂടി നിന്നവരുടെ മുന്നിൽ നിന്നും ഏതോ റൂമിലേക്ക് നടന്നു മാറി. ഞാൻ പറഞ്ഞില്ലേ രുദ്രൻ സർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. നടന്നതൊന്നും ഇനിയും വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന യാമിയുടെ കാതോരം ലിയ വന്ന് പറഞ്ഞതും യാമി ഞെട്ടലോടെ അവളെ നോക്കി. ഇതൊന്നും അല്ല, ഇതിനപ്പുറമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, അതും US വെച്ച്. ലിയ പിന്നെയും കാര്യമായി അവളോട് പറഞ്ഞു. യാമിയൊന്നും മിണ്ടിയില്ല. ദേഷ്യം വന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കാതെ പെരുമാറുന്നവനാണ് ശിവയെന്ന് അവൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ എല്ലാം തുറന്നടിക്കുന്ന പ്രകൃതമാണ്. വിവാഹ ദിവസത്തിന് ശേഷം നിശബ്ദമായ വീട് ഈ പ്രശ്നത്തിന് ശേഷം ഒരു മരണ വീട് പോലെയായി. ആൻവിയെ കൂട്ടി ശിവ നേരെ പോയത് ഒരു ക്ലിനിക്കിലേക്കായിരുന്നു. അവിടെ ചെന്ന് അവളുടെ നെറ്റിയിലെ മുറിവ് കെട്ടിക്കൊടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. അവിടെ അഭിയും അജും സരസ്വതിയമ്മയും നേരത്തെ എത്തിയിട്ടുണ്ട്. ശിവ ആരോടും ഒന്നും മിണ്ടാതെ കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്കൊരു പോക്കായിരുന്നു. എന്തായിരുന്നു കുഞ്ഞോളെ അവിടെ പ്രശ്നം? അഭി ഒരു തിടുക്കത്തോടെ കുഞ്ഞോളുടെ നേർക്ക് വന്ന് ചോദിച്ചതും കുഞ്ഞോൾ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് നടന്നു. അവളോട് ചോദിക്കുന്ന നേരം കൊണ്ട് നിനക്ക് ശിവയോട് ചോദിച്ചൂടെ അഭി? അവനായിരിക്കും പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അജു ഈർഷ്യത്തോടെ അവൻ്റെ അരികിലേക്ക് വന്നു. അവനല്ലെങ്കിൽ ദേഷ്യത്തില. അജു നീ കണ്ടതല്ലേ, അതിൻ്റെ കൂടെ ഞാൻ കൂടെ ചോദ്യം ചോദിച്ച് ചെന്നാൽ ശരിയാവില്ല. അഭി അവൻ്റെ ഫോൺ എടുത്ത് പാൻസിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. എപ്പോഴും അവന് ദേഷ്യമെന്ന് പറഞ്ഞ് നിന്നോ നീ? അവന് മാത്രമല്ല ദേഷ്യം വെറുപ്പുമൊക്കെ നമുക്കുണ്ട്. കുഞ്ഞോളം നിൻ്റെ കൂടെ പെങ്ങളല്ലേ. ഇവൻ്റെ ഒരു ഭ്രാന്തിന് അവളുടെ ജീവിതം നശിപ്പിക്കാൻ നിന്നു കൊടുക്കണോ? അജു അബിയുടെ പിന്നാലെ തന്നെ ചെന്നു. ഡാ നീ ദേഷ്യപ്പെടാതെ. ശിവയ്ക്ക് ദേഷ്യം കൂടുതലാണെങ്കിലും ഇപ്പോൾ നടന്ന ഈ പ്രശ്നം കുഞ്ഞോളുടെ നല്ലതിന് വേണ്ടി തന്നെയാവും. അവർക്കിടയിലെ പ്രശ്നം ഏറെക്കുറെ അവൻ എന്തൊക്കെയോ അറിയാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാനിപ്പോൾ യാമിക്ക് വിളിച്ചപ്പോൾ അവളും അതാ പറഞ്ഞത്. ശിവയോട് വെറുതെ ഓരോന്ന് ചോദിച്ച് അവൻ്റെ ദേഷ്യം കൂട്ടണ്ട. അവിടെ നിന്ന് ഇറങ്ങിയതേ നല്ല ദേഷ്യത്തിലാന്ന്. അതാ ഞാൻ. അബി ഒരു വിശദീകരണത്തോടെ അജുവിനെ നോക്കി. യാമി നിനക്ക് വിളിച്ചോ? അജു വല്ലാത്തൊരു ഭാവത്തിൽ അവനെ നോക്കി. ഇല്ലടാ, ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. അവരൊക്കെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ആൻറ്റിയും മായും ഉണ്ട് കൂടെ. ഇപ്പോൾ ഇങ്ങ് വരും. വരട്ടെ, എന്നിട്ട് നടന്നതൊക്കെ വിശദമായി ചോദിക്കാം. അബി ഷർട്ടയച്ച് ബാത്റൂമിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞതും അജുവിൻ്റെ മനസ്സെന്തിനോ അസ്വസ്ഥമായി. രാത്രി 10 മണിയോടെയാണ് രാജശേഖരനും സുഭദ്രാമയും യാമിയും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. വന്നപാടെ അബി യാമിക്കൊപ്പം ബാൽക്കണിയിലേക്ക് നടന്നു. അത് അജുവും രാജശേഖരനും ഒരുപോലെ ശ്രദ്ധിച്ചു. നേർത്തൊരു ചിരിയോടെ തന്നെ ക്ഷീണത്തോടെ യാമി അവിടെ നടന്നതെല്ലാം അവനോട് പറഞ്ഞു കൊടുത്തു. നടന്നതെല്ലാം കേട്ടപ്പോൾ ശിവയുടെ മുഖം വലിഞ്ഞു മുറുകിയതുപോലെ തന്നെ അബിയുടെ മുഖം വലിഞ്ഞു മുറുകി.
അവൻ ഉപദ്രവിച്ചതാണോ കുഞ്ഞോളെ? അഭി ദേഷ്യത്തോടെ യാമിയെ നോക്കി ചോദിച്ചു. ഏയ്, മനഃപൂർവ്വമല്ല. അവളെ റൂമിലേക്ക് പിടിച്ചിട്ടപ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ്. ആള് പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാ ശരി, ഞാൻ കണ്ടതാ. പെങ്ങക്ക് വേണ്ടി അഭിയേട്ടൻ ഈ അടുത്ത വഴക്കിന് നിൽക്കണ്ട. കൊടുക്കേണ്ടതൊക്കെ കണക്കിന് കൂടുതൽ കൊടുത്തിട്ടാ ശിവ അവളെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. കൂടിയാലേ ഉള്ളൂ. പാവം, തനുവേട്ടത്തിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. അങ്കിളിനെ കെട്ടിപ്പിടിച്ച് നല്ല കരച്ചിലായിരുന്നു ആ അങ്കിൾ. അവർക്കൊന്നും അറിയില്ലായിരുന്നു. അയാൾ എന്തെങ്കിലും സൂചന കൊടുത്തിരുന്നുവെങ്കിൽ അനുമോളെ ഞാൻ അവന് വേണ്ടി ചോദിക്കില്ലായിരുന്നു. അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേനെ എന്നൊക്കെ പറഞ്ഞു. അങ്കിൾ കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാ അവരൊക്കെ തിരിച്ചു പോയത്. കൂടെ അനിയേട്ടനും തനുച്ചേച്ചിയും പോയി. ദേഷ്യത്തോടെ നിൽക്കുന്ന അബിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് യാമി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അബിയൊന്നും മുണ്ടാതെ കുറേ നേരം അങ്ങനെയിരുന്നു. നീ എന്തെങ്കിലും കഴിച്ചോ? കുറേ നേരം കഴിഞ്ഞതും അബി അവളെ നോക്കി ചോദിച്ചു. ഇനിയിപ്പോൾ കഴിക്കാനൊന്നും വേണ്ട. സരസ്വതിയമ്മയെ ഒന്ന് പോയി നോക്കിയിട്ട് കിടന്നാൽ മതി. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. യാമി അവനെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. എന്നാ ചെല്ല്. അബി അവളെ ഒരു ചെറു ചിരിയോടെ റൂമിലേക്ക് വിട്ടു. റൂമിലേക്ക് പോയവൾ നേരെ ബാത്റൂമിലേക്ക് കയറി വേഗം കുളിച്ചിറങ്ങി. ഡ്രസ്സ് മാറ്റി വെറുതെ ഒന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ പ്രിയപ്പെട്ടവൻ്റെ കോപമാളുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. വിട്ടുകളയാനാവാതെ കൈവെള്ളയിൽ ഒതുക്കി പിടിച്ച ആ താലിച്ചരട് ഓർമ്മ വന്നു അവൾക്ക്. തന്നെ ഒരിക്കലും ഭാര്യയായി അംഗീകരിക്കില്ലെന്ന് ഉറപ്പുള്ളവൻ്റെ ആ താലി. യാമിക്ക് നെഞ്ചു വിങ്ങുന്ന പോലെ തോന്നി. ഹൃദയം അവനിലേക്ക് കൂടുതൽ അടുത്തു പോകുന്നു. ദിവസം കഴിയുന്തോറും താൻ അവനെ അത്രമേൽ സ്നേഹിച്ചു പോകും. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത യാമിയുടെ പ്രണയമായി മാറും അവൻ. താൻ അനുഭവിക്കാൻ പോകുന്ന വേദനയോർത്ത് യാമിക്ക് എന്തിനോ ഭയമായി. തൻ്റെ ആരുമല്ല അവൻ സ്നേഹിക്കരുത് യാമി. ഹൃദയം പറഞ്ഞു. അവൾ ആ താലിച്ചരടിനെ മുറുകെ പിടിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഏറെ നേരം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് യാമി മെല്ലെ അടുക്കളയിലേക്ക് വന്നത്. വിവാഹ വീട്ടിൽ ഒരേ നിൽപ്പ് നിന്നുകൊണ്ടുള്ള ജോലി ആയിരുന്നിട്ടാണെന്ന് തോന്നുന്നു സരസ്വതിയമ്മയുടെ കാലിലാകെ നീര് വന്ന് വീങ്ങിയിട്ടുണ്ട്. അതാ അഭി സരസ്വതിയമ്മയെ വേഗം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. യാമി താഴേക്ക് ഇറങ്ങുമ്പോൾ ഹാളിലും മറ്റുമെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കിടന്നു എന്നവൾക്ക് മനസ്സിലായി. അമ്മ. യാമി മെല്ലെ സരസ്വതിയമ്മയുടെ അടുത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ വിളിച്ചു. ഒരു ഞെരുക്കത്തോടെ സരസ്വതിയമ്മ വിളി കേട്ടു. ഒട്ടും വയ്യേ? കാലനക്കം വയ്യൻ്റെ മോളെ, എന്തൊരു വേദനയാ. സരസ്വതിയമ്മ മെല്ലെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എണീക്കേണ്ട, കിടന്നു. ഞാനൊന്ന് കാണാൻ വന്നതാ. മരുന്ന് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. എവിടെയാ? മരുന്നൊക്കെ ഞാൻ വന്ന പട കഴിച്ചതാണേ. അല്ല, നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ? കരഞ്ഞോ നീ? അടഞ്ഞുപോയ യാമിയുടെ സ്വരം കേൾക്കെ സരസ്വതിയമ്മ ചോദിച്ചു. ഇല്ല, അതിപ്പോൾ കുളിച്ചിറങ്ങിയതിൻ്റെ ചൂടുവെള്ളം വല്ലതും വേണോ അമ്മയ്ക്ക്? ഞാൻ ഉണ്ടാക്കി തരാം. യാമി പതർച്ചയോടെ പറഞ്ഞു. വേണ്ട മോളെ, നീ ആ കുരുത്തം കെട്ടവൻ വരുമ്പോൾ അടുക്കള വാതിലൊന്ന് തുറന്നു കൊടുത്താൽ മതി. എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാൻ വയ്യ. കാത്തിരിക്കുകയൊന്നും വേണ്ട, കൊളുത്തയച്ചിട്ടാൽ മതി. രുദ്രൻ കുഞ്ഞ് കയറിക്കോളും. പുതപ്പെടുത്ത് മെല്ലെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞതും യാമി ഒരു നേർത്ത മൂളലോടെ അവിടെ നിന്നും അടുക്കളയിലേക്ക് നടന്നു. കാത്തിരിക്കണം, വന്ന് വിളിക്കുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് മനസ്സ് മോഹം കൊണ്ടെങ്കിലും യാമി മെല്ലെ അടുക്കള വാതിൻ്റെ കൊളുത്തയച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ വാതിൽ മലർക്കെ തുറന്നു കൊണ്ടവൻ അടുക്കളയിലേക്ക് കയറിയത്. യാമി ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി.